ഞങ്ങൾ ആംബുലൻസിലാണ് കൊണ്ടുവന്ന ആ ഒരു രീതിയിൽ അനക്കാതെ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്നതാണ്. ജൂൺ 28-ാം തീയതി ഇരുന്ന് ആക്സിഡന്റ് ഉണ്ടായതാണ്, ബൈക്ക് ആക്സിഡന്റ്. ഓപ്പറേഷൻ ചെയ്താലും തളർന്ന് കിടക്കേണ്ട അവസ്ഥ വരും. ജോൺ തരും ബ്രദറിന്റെ ഒരു പ്രെയർ ഉണ്ട്, അവിടെ കൊണ്ടുപോയാൽ മോനെ ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. നിന്റെ കഴുത്തിന് ബലം വന്നു എന്ന് നീ നോക്കിക്കേ. വന്നോ? അപ്പോഴും തന്നെ ഉടനെ സൗഖ്യം കിട്ടി അവൻ അവിടെ വെച്ച് തന്നെ. ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അവൻ ആ ഒരു പൊട്ടലെന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പബ്ലിക് മീറ്റിങ്ങുകളിൽ കാട്ടാക്കടയിൽ വന്നപ്പോൾ ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത വലിയ വിടുതലുകളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മോട് സാക്ഷ്യം പറയാനായിരിക്കുന്നത് പ്രിയ അനീഷ് ബ്രദറാണ്. അനീഷ് ബ്രദറിനെ കഴിഞ്ഞ കാട്ടാക്കട മീറ്റിങ്ങിൽ വന്നവർക്കറിയാം, താൻ കഴുത്തിൽ കോളറിട്ട് വളരെ പ്രയാസത്തോടാണ് വന്നത്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ആക്സിഡൻ്റ് ഉണ്ടായതിനെ തുടർന്ന് കഴുത്തിലെ അസ്ഥികൾക്ക് പൊട്ടലുണ്ടായി, സ്പൈനൽ കോഡ് ഇഞ്ചുറിയായി. എന്നാൽ കഴുത്ത് തിരിക്കാനോ കരങ്ങൾ ചലിപ്പിക്കാനോ പറ്റാതിരുന്ന സാഹചര്യത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം അദ്ദേഹത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തി. കഴിഞ്ഞ കാട്ടാക്കട മീറ്റിങ്ങിൽ ജോൺ ബ്രദർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് അനീഷ് ബ്രദർ ആരോഗ്യത്തോടായിരിക്കുന്നു. കൈകൾ അടിച്ച് എല്ലാവരും ചേർന്നെന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. അനീഷ് ബ്രദറും അമ്മയുമാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ആൻറ്റി പറഞ്ഞാട്ടെ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. കാഞ്ഞിരംകുളത്ത് നിന്നാണ് വരുന്നത്. എന്ത് പ്രയാസത്തോടാണ് നമ്മുടെ മീറ്റിംഗിൽ വന്നത്? ജൂലൈ മാസം 28-ാം തീയതി മോനൊരു ആക്സിഡന്റ് ഉണ്ടായി. ജൂലൈ 28-ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ബോധമില്ലായിരുന്നു. മെഡിക്കൽ കോളേജ് രാത്രിയാണ് ബോധം തെളിഞ്ഞത്. 3 മണിക്കാണ്. വാഹനാപകടമായിരുന്നു. ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന് പോയപ്പോ ചെളിക്കെട്ടായിരുന്നു, അവിടെ സ്ലിപ്പായി മറിഞ്ഞ് വീണതാണ്. ഇങ്ങനെ കഴുത്ത് കുത്തനെയാണ് വീണത്. അപ്പൊ കഴുത്തിന്റെ 2 എല്ല് പൊട്ടലുണ്ടായിരുന്നു, സ്പൈനൽ കോഡിൽ ക്ഷതം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൈക്ക് സ്വാധീന കുറവുണ്ടായിരുന്നു, ബലക്കുറവുണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് ബോധം വീണ, ഐസിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 23 ദിവസം ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ഏത് ഹോസ്പിറ്റലായിരുന്നു? മെഡിക്കൽ കോളേജില്. അവിടെ വെച്ച് സതീഷ് എന്ന് പറഞ്ഞൊരു മോൻ എൻ്റെ അടുക്ക പറഞ്ഞു, ഇങ്ങനെ ജോൺ തരും ബ്രദറിന്റെ ഒരു പ്രെയർ ഉണ്ട്, അവിടെ കൊണ്ടുപോയാൽ മോനെ ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ആന്റി വിശ്വസിച്ച് അവിടെ വരാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർമാരെല്ലാം പറഞ്ഞത് അവിടെ ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്താലും തളർന്ന് കിടക്കേണ്ട അവസ്ഥ വരും, എണീറ്റ് നടക്കൂലെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്താലും കിടപ്പായി പോകുന്നു. അതെ, കിടപ്പിലായി പോകുമെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴേ. എന്നിട്ട് ഈ മോന്റെ ആ ഒരു പ്രേരണ കൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ 2 ആഴ്ചത്തേക്ക് അവര് വീട്ടിലേക്ക് വിട്ടു. 2 ആഴ്ചത്തേക്ക് വീട്ടിലേക്ക് വിട്ടു. വന്നതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ അപകടത്തെ തുടർന്ന് 2 പൊട്ടലുണ്ടായിരുന്നു അല്ലേ? 2 പൊട്ടലുണ്ടായിരുന്നു. സ്പൈനൽ കോഡിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ വന്നു. അപ്പൊ ഇവിടെ പ്രേയറിന് വന്ന സമയത്ത് ബ്രദർ ആ കഴുത്തിൽ കോളറിട്ടിങ്ങനെ മോനോ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അവന്റെ ബുദ്ധിമുട്ട് അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവന് പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഇതുപോലെ കൈ സ്വാധീന കുറവുണ്ടെന്ന് പറഞ്ഞു, ബലക്കുറവുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ കഴുത്തിന്റെ ആ സ്പൈനൽ കോഡിന്റെ ഇത് പറഞ്ഞായിരുന്നു. അപ്പോഴും തന്നെ ഉടനെ സൗഖ്യം കിട്ടി അവൻ അവിടെ വെച്ച് തന്നെ. കഴിഞ്ഞ ആ പ്രേയറിന് അവിടെ വെച്ച് സൗഖ്യം കിട്ടി. ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അവൻ ആ ഒരു പൊട്ടലെന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. ആദ്യത്തെ റിസൾട്ടും ഇപ്പൊ എടുത്ത റിസൾട്ടും വെച്ച് നോക്കിയപ്പോ ഡോക്ടർമാർക്ക് തന്നെ അതിശയായിരുന്നു. അങ്ങനെ ഒരു ഓപ്പറേഷൻ കൂടാതെ എന്റെ കർത്താവ് വന്ന് തൊട്ടു അവനെ. ഒരു നിമിഷം ഞങ്ങളെ കാണുന്നവരെല്ലാം ഒന്ന് ചാടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഒരുമിച്ച് കൈകൾ അടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. കൈക്കെല്ലാം നല്ല സ്വാധീനമായി, കഴുത്ത് തിരിക്കാൻ പറ്റില്ലായിരുന്നു, കഴുത്തൊക്കെ തിരിക്കാൻ പറ്റി. ഇപ്പൊ നല്ല ബലത്തോടെ അവനെ ദൈവം ആക്കിയിരിക്കുന്നു. അതായത് എനിക്ക് അനീഷിനെ ഞങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. കഴിഞ്ഞ കാട്ടാക്കട മീറ്റിംഗിൽ ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ ആംബുലൻസിലാണ് കൊണ്ടുവന്ന ആ ഒരു രീതിയിൽ അനക്കാതെ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്നതാണ്. ആളുകൾ കൊണ്ടുവന്ന് ഇരുത്തി ഫ്രണ്ടിലിരുന്ന അനീഷ് പറഞ്ഞ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, കഴുത്തിൽ കോളറൊക്കെ ഇട്ട്. എന്നാൽ അന്ന് ജോൺ ബോർ ദൂത് പറഞ്ഞു, നിന്റെ കഴുത്തിന് ദൈവം സൗഖ്യമാക്കുകയാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്താലും അദ്ദേഹം എഴുന്നേറ്റ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കഴുത്തിൻ്റെ പുറകിലാണ് പൊട്ടലുകൾ ഉണ്ടായിരുന്നത്. തൻ്റെ സ്പൈനൽ കോഡിനും മേജറായ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ അത്ഭുതകരം അനീഷ് ബ്രദറിനെ തൊട്ടു. കർത്താവിൻ്റെ സൗഖ്യം താൻ അനുഭവിച്ചു. ഇപ്പോൾ താൻ എഴുന്നേറ്റ് നടക്കുന്നു, ആരോഗ്യത്തോടെ എല്ലാം നന്നായി ചെയ്യുന്നു. കൈകൾ അടിച്ചൊന്ന് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കിടപ്പിലാകുമെന്ന് പറഞ്ഞ മകൻ ഇന്ന് എഴുന്നേറ്റ് വന്ന ആരോഗ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യം പറയുകയാണ്, ഇത് യേശു ചെയ്തതാണ്.
ഇന്നിപ്പോ അവൻ ഒറ്റയ്ക്ക് ഞങ്ങൾ ബൈക്ക് ഓട്ടിച്ചാണ് വന്നത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അതാ ഇന്ന് അദ്ദേഹം ബൈക്ക് ഓടിച്ച് അമ്മയും കൊണ്ട് വന്നു. അതെ. ആമേൻ. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മോന്റെ കൂടെ ആരടാ വന്നേ? അമ്മ വന്നു. നീ ഇങ്ങനെ ചിന്തിച്ചു, ആ അപ്പച്ചൻ വേണേ സൗഖ്യമാവും, പക്ഷെ ഞാനാകത്തില്ല. അതിന്റെ കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നവനാ, ദൈവത്തിൽ നിന്ന് ഒത്തിരി മാറിയവനാ. ദൈവം എന്നോട് ആ കാര്യം ക്ഷമിക്കാൻ ചാൻസ് ഇല്ല. ചിന്തിച്ചോ? പറയടാ. നീ പിന്മാറ്റത്തിൽ പോയത് കൊണ്ട് ദൈവം നിന്നെ ഒന്നും ചെയ്യാൻ? ബാക്കി പറ, നീ പറ. നീ ചിന്തിച്ചത് പറഞ്ഞാൽ മതി. ചിന്തിച്ചു. എന്നാ മോൻ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ മോനൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഈ അപ്പച്ചനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ ദേഹത്ത് മുഴുവൻ ഒരു ഷോക്ക് വന്നില്ലേ? ആ സമയത്ത് ഞാൻ നിന്നെ നോക്കി. അപ്പൊ നീ വിചാരിച്ചു നിന്നോടായിരിക്കും അടുത്ത് പറയാന്ന്. അപ്പൊ വീണ്ടും ഒരു ശരീരം മുഴുവൻ ഷോക്ക് വന്നു. നിന്റെ കഴുത്തിന് ബലം വന്നു എന്ന് നീ നോക്കിക്കേ. പറ. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. നമ്മളാരും തൊടുന്നോണ്ടൊന്നും അല്ലെന്നേ, ദൈവം ഒരാളെ തൊടുന്നോണ്ടാ ചില കാര്യം നടക്കുന്നേ. പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ ചലിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹോളിൽ ചലിക്കുക. അവൻ കോളർ ഇട്ടത് കൊണ്ട് നമുക്ക് പ്രശ്നമുണ്ടെന്ന് അറിയാം, പക്ഷേ അവൻ ഇങ്ങനെ ആക്കാൻ ബലമില്ല. അവന്റെ കഴുത്താടിപ്പോവും. അങ്ങനെയല്ലേടാ? എങ്കിൽ ആ കഴുത്തൂര്, കോളർ ഊര്, എന്നിട്ട് നോക്ക് ആടുന്നുണ്ടോ, നേരെ നിൽക്കുന്നുണ്ടോ നോക്ക്. ഒന്ന് ചേർന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊന്ന് ചെയ്തേ. അവനിപ്പോ ചിന്തിക്കുന്ന എന്നാന്നറിയോ? സത്യമായിട്ടും എനിക്ക് സൗഖ്യമായോ? ഇത് നടന്ന കാര്യമാണോ? അവൻ ചിന്തിച്ചോണ്ടിരിക്കുവോ? നീ അങ്ങനെയല്ലടാ ചിന്തിച്ചേ? നീ അങ്ങനെയല്ലേ ചിന്തിച്ചേ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? എന്ത് ഇപ്പൊ ചെയ്യാം? പറ. കഴുത്ത് തിരിയത്തില്ലായിരുന്നു, സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. നീ ഉറക്കെ പറയണം. അവനെ കൂടി ഇപ്പുറത്തോട്ട് നിർത്തിക്കേ. അവന് ഒരു ബാലൻസ് കുറവുണ്ട്, വീഴുമെന്നൊരു പേടിയുണ്ട്, ഇല്ലേ? ഉറക്കെ പറ. നിനക്ക് ഇപ്പൊ എന്താണ് ഉണ്ടായത്? നേരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? അത് പറ. ഉള്ളതേ പറയാവൂ. തിരിയാൻ പ്രയാസമായിരുന്നു, തിരിയത്തില്ലായിരുന്നു. തിരിയാൻ പ്രയാസമായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു? കൈക്ക് ബലം കുറവുണ്ടായിരുന്നു. കൈയൊന്ന് പൊക്കി നോക്കിയേ. സോ സിമ്പിൾ. ഒന്ന് ചേർന്ന് കൈ അടിച്ചു ഒരു ആമേൻ പറഞ്ഞേ. കൈ മുറുകെ പിടിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, നേരത്തെ ഇല്ലായിരുന്നു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തലയിൽ കൂടെ 2 പ്രാവശ്യം ഷോക്ക് അടിച്ചു. അത്രല്ലേ ഉണ്ടായുള്ളൂ. ആ ഷോക്കിനെ ഞങ്ങൾ വിളിക്കുന്ന കർത്താവിന്റെ ശക്തി എന്ന്. അവരുടെ അമ്മയോട് ചോദിച്ചാൽ എന്തൊക്കെ സംഭവിച്ചെന്ന്. 26 ദിവസമായി. 26 ദിവസമായി. 26 ദിവസം. ജൂൺ 28-ാം തീയതി ഇരുന്ന് ആക്സിഡന്റ് ഉണ്ടായതാണ്, ബൈക്ക് ആക്സിഡന്റ്. കഴുത്തിന്റെ എല്ല് 2ആയിട്ട് പൊട്ടിയെന്ന് പറഞ്ഞു. S1 എന്ന് പറയുന്ന എല്ലിന്റെ അകത്ത് ഒരു ക്രാക്ക് വന്നു. അതെ. അപ്പൊ ആ ഞരമ്പിന്റെ, ഞാൻ കൂടി പറയാം, എന്നിട്ട് ഒരു ഞരമ്പിൽ നിന്ന് താഴോട്ട് രക്തം ചതഞ്ഞിട്ട് പോവാതായി. അതുകൊണ്ട് കൈ മരച്ചുപോയി. മറ്റേ കൈ തളർന്നു പോവോ ഇല്ലയെന്ന് ഉറപ്പില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അറിയാമെന്ന് പറഞ്ഞു. ശരീരത്തിന്റെ ഓരോ ഭാഗം തളർന്നു പോകുന്നൊക്കെ പറഞ്ഞു. ഇനി ആ പറഞ്ഞ ഡോക്ടറോട് പറയണം എനിക്കിപ്പോ നന്നായിട്ടായിരിക്കും പറയണം. ഒന്ന് ചേർന്ന് കൈ അടിച്ച് ഒരു യേശുവിനെ നന്ദി പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഇവന് ഒരു കണ്ണിനൊരു മങ്ങലുള്ള പോലെ ഉണ്ട്. ഇവന്റെ കണ്ണിന് ഒരു മങ്ങലുള്ള പോലെ ഉണ്ട്.
അതുകൊണ്ട് ഇടത്തെ ചെവിക്ക് ഒരു വ്യക്തത കുറവ് ഇപ്പൊ തോന്നുന്നുണ്ട്. ഇല്ല, ആ ചെവിയില്ല. കരകര കരകര എന്നൊരു സാധനം ഇടയ്ക്ക് വരുന്നുണ്ട്. ആ കരകര ഇനിയില്ല. ഈ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നു. നിന്റെ കൈ നോർമലായി. നിനക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുമോ? ഇപ്പൊ പറ്റും. നേരത്തെ കോളർ ഇട്ടിരിക്കുമ്പോ ആക്കിയ പോലും തല കറങ്ങുമായിരുന്നു. ഇങ്ങനെ ആക്കിയ നീ തല കെട്ടി ആരെങ്കിലും പിടിക്കണം, അങ്ങനെയല്ലായിരുന്നു? നോക്കിയേ, അവനിപ്പോ അവന്റെ മനസ്സ് ചിന്തിച്ച എന്നാന്നറിയോ? ഇനി മുതൽ യേശുവെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. അടുത്ത കാര്യം കുറച്ചും കൂടെ വലിയ കാര്യമോ, ഞാൻ എൻ്റെ പഴയ കൂട്ടുകെട്ടിലേക്ക് പോകത്തില്ല. അവനങ്ങനെ ചിന്തിച്ചു. നീ എങ്ങനെ ചിന്തിച്ചോടാ? ചിന്തിച്ചു. എടാ, സ്വർഗം എഴുതി വെച്ചിട്ടുണ്ട്, ഇനി പോകല്ലേ. അതിനു പകരം എന്റെ കൂടെ വാ, നമുക്ക് യേശുവിനെ ഉയർത്താം. ഈ കോളറിട്ട് കിടക്കുന്ന 10 പേരെ എഴുന്നേൽപ്പിക്ക്. യേശു ജീവിക്കുന്നു എന്ന് പറ. അവൻ മരിച്ചവനല്ലെന്ന് പറ. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറ. ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്ന് പറ. നീ പഠിച്ചോണ്ടിരിക്കുവായിരുന്നോ? പഠിച്ചു കഴിഞ്ഞോ? ജോലിക്ക് പോവാ. അമ്മയോട് എനിക്ക് പറയാനുള്ളത്, ഇവനെ ഒരു സുവിശേഷ വിലക്ക് വിടണം. എങ്കിൽ എന്റെ കൂടെ നിർത്താം. ഇവൻ കർത്താവിന്റെ വേല ചെയ്യട്ടെ. ഇനി അമ്മയുടെ കാര്യം, അമ്മയ്ക്ക് ഒരു കാലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു കാല് കഴുപ്പ് വരും. ഇന്ന് അമ്മയ്ക്ക് സൗഖ്യമാവും. നിന്റെ അമ്മയുടെ വീട്ടിലും നിന്റെ വീട്ടിലും ഒരു അലർജിയുടെ ആത്മാവുണ്ട്. ഉണ്ടായില്ല? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇനി അലർജി ഉണ്ടാകത്തില്ല. ആ വീട്ടിൽ നിന്ന് പോകുക. ആ വീട്ടിൽ നിന്ന് അലർജി നീങ്ങുക. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. വേറെ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്നതൊക്കെ സത്യമല്ലേ? മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, അല്ല ഇവിടെ മീറ്റിങ്ങിന് വന്നാൽ ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന്. അതായത് 2 ആഴ്ച ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടി, അത് കഴിഞ്ഞിട്ട് വന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ആ ഗ്യാപ്പിന്റെ ഇടയിൽ ആ സഹോദരൻ പറഞ്ഞതുപോലെ നിങ്ങൾ മീറ്റിങ്ങിൽ വന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ബ്രദറിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? അത്ഭുതമാണ്. ഇപ്പൊ യാതൊരു പ്രയാസവും ഇല്ല. ഞാൻ ചോദിക്കുന്നത്, വെയിറ്റ് എടുക്കാനും ജോലി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്? യാതൊരു പ്രയാസവും ഇല്ല. ഇന്ന് ബൈക്ക് ഓടിച്ച് വന്നെന്നൊക്കെ പറഞ്ഞ സത്യമാണോ? അമ്മയും കൊണ്ട് ബൈക്ക് ഓടിച്ചു വന്നു. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. യേശു ചെയ്തൊരു അസാധാരണ അത്ഭുതമാണ്. കോളറിട്ടാണ് കഴിഞ്ഞ മീറ്റിങ്ങിൽ വന്നത്. ഇത് മാനുഷികമാണെങ്കിൽ ഒരുപക്ഷെ ഇത് നിലനിൽക്കത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷവും സർജറി വേണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ ഒരു പൊട്ടൽ ഉണ്ടായതായിട്ടേ കഴുത്തിലില്ല. പൂർണ്ണമായി യേശു സുഖപ്പെടുത്തി. ഇന്ന് അനീഷ് ബ്രദർ ആരോഗ്യത്തോടായിരിക്കുന്നു എന്നാണ് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു യൗവനക്കാരൻ ഇങ്ങനെ വന്ന് സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടിയിട്ടാണ്, അല്ലേ ബ്രദറെ? തീർച്ചയായിട്ടും. അമ്മയുടെ സന്തോഷം കാണുമ്പോൾ, മകന്റെ സന്തോഷം കാണുമ്പോൾ അറിയാം ഇത് യേശു ചെയ്തതാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ യേശുവിനെ അറിയുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് വരുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ ഹൃദയത്തിനുണ്ടായ വ്യത്യാസം എന്താണ്? അമ്മയ്ക്കൊന്ന് കൊടുത്ത്. സന്തോഷം തോന്നുന്നു. നല്ല സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ കരഞ്ഞു തളർന്ന് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എണീക്കില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരു അമ്മയ്ക്ക് അസാധാരണ വേദനയായിരിക്കും മകൻ എഴുന്നേക്കത്തില്ലെന്ന് പറയുമ്പോൾ. പക്ഷെ ഇപ്പൊ അവനെ കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷം എന്ന് അറിയാമോ? മകനെ കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. കാരണം ആ കിടന്ന അവസ്ഥ അങ്ങനെയായിരുന്നു. ആമേൻ. അമ്മ നിറ കണ്ണുകളോടാ പറയുന്നത്. കർത്താവ് പറഞ്ഞൊരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ദീനം മരണത്തിനല്ല, ഇത് ദൈവപുത്രന്റെ മഹത്വത്തിനാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയധികം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു യേശുവിനെ അറിയാൻ പറ്റി, അല്ലേ? ജീസസ് വേൾഡിൽ വന്നത് മുഖാന്തരം എനിക്ക് ആ ദൂത് പറഞ്ഞ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് നിങ്ങളോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അവിടെയും കർത്താവിനെ സേവിക്കുന്നവരുണ്ടല്ലോ. ആ വിശ്വാസത്തോടെ നിങ്ങൾ കടന്നു വന്നു. ജീസസ് വേൾഡിലൂടെ, ജോൺ ബ്രദറിലൂടെ അസാധാരണമായ ഒരു അത്ഭുതമാണ് പ്രിയ അനീഷ് ബ്രദറിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. വിശ്വസിക്കുന്നവരെല്ലാം ചേർന്ന് കൈകളടിച്ച് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്. ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ഈ ഹാളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ഒരുപക്ഷെ നിങ്ങൾ കിടപ്പ് രോഗിയായിരിക്കാം, അസ്ഥികൾ തകർന്നുപോയ സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ യേശുവിൽ വിശ്വസിച്ചാൽ, ഈ സഭയിൽ കടന്നു വന്നാൽ ഒരു അത്ഭുതം നിങ്ങൾ അനുഭവിക്കും, നിശ്ചയമാണ്.